എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുരുവായൂർ പോവുകയാണ്. ഇന്ന് എന്നെ സംബന്ധിച്ച് നല്ലൊരു ദിവസമാണ്. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ് ഇന്ന്. ഇന്നെൻ്റെ വിവാഹ വാർഷികമാണ്, 16ാമത്തെ. അപ്പം ഞാൻ കണ്ണൻ്റെ അടുത്തേക്ക് എത്തിപ്പെട്ടത് എൻ്റെ ഭർത്താവ് എന്നെ കല്യാണം കഴിച്ചതിനാലാണ് എന്നുള്ളൊരു വിശ്വാസക്കാരിയാണ് ഞാൻ. അപ്പോൾ കണ്ണനെ കാണണം, നന്ദി പറയണം എന്നുള്ളൊരു രീതിയിൽ പോവുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടെയാണ് പോകുന്നത്. പിന്നെ ഭർത്താവിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ, ചുരിദാർ എങ്ങനെയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഗിഫ്റ്റാണ്. അപ്പോൾ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വയ്യ വരുന്നുണ്ട്. അതിൻ്റെ മുമ്പായിട്ട് എനിക്ക് ഇന്നലെ രാത്രി എൻ്റെ 2 മക്കളും എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടിട്ട് വന്നോളൂ കേട്ടോ. നിങ്ങളെന്താ നോക്കുന്നത്? എന്താ ഞാനും നോക്കുന്നത്. ഇനി എന്തേത്തല്ലേ എന്റെ കർത്താവേ. ഗായ്സ്, എൻ്റെ മകൾ എനിക്ക് തന്നതാണ്. ഇത് മകൻ തന്നതാട്ടോ, പറയാൻ വിട്ടുപോയി. ഗിഫ്റ്റ് happy anniversary my mom and dad. എന്താ ഇതെന്താ, ജനുവരി 18 എന്നാണോ എഴുതിയത്? ഓ മൈ ഗോഡ്, എൻ്റെ മോളുടെ ക്രിയേറ്റിവിറ്റി ആട്ടോ. അപ്പോൾ ഇത് മോളുടെ ക്രിയേറ്റിവിറ്റിയാണ്, അപ്പോൾ ഇത് മോൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ രണ്ടുപേരും സർപ്രൈസ് ആയിപ്പോയി. മാമ വരാൻ കാത്തു നിന്നതാണ് വലിയ ഗിഫ്റ്റ് തരാൻ. ഏതായാലും രണ്ടാളോടും താങ്ക് യു സോ മച്ച്. ഓക്കെ, ടാറ്റാ. അങ്ങനെ ദേ ഗുരുവായൂരേക്കുള്ള യാത്ര തുടങ്ങി. ഇവിടെ ഒരാളുണ്ട് ഏട്ടാ. ദേ ഏട്ടനുണ്ട്, എൻ്റെ ഏട്ടനുണ്ട്, ഒരാളൂടി ഉണ്ടായും. പക്ഷെ പോരാൻ അവന് പറ്റിയില്ല, അവന്റെ അമ്മമ്മ വീണെന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടല്ലോ മണിയേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ കുറിച്ചൊരു ഗോസിപ്പ് വന്നേ. ഞാൻ ബസ് കേറിയിട്ട് സീറ്റ് കിട്ടാഞ്ഞിട്ട് സെലിബ്രിറ്റിയാണ്, എനിക്ക് എഴുന്നേറ്റ് തരണമെന്ന് പറഞ്ഞിരുന്നു പോലും. അങ്ങനെ മണിയേട്ടൻ കേട്ടീനോ? കേട്ടിട്ടുണ്ട്. അതപ്പോ സത്യമാണ്. പക്ഷെ എഴുന്നേറ്റ് തരണം എന്ന് പറഞ്ഞത് ആ ഡ്രൈവിംഗ് സീറ്റിലുള്ള ആളോടാണ്. ആളാരാണ് പറത്തിയത്? പൈലറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ല, ആ എഴുന്നേറ്റ് തന്ന ആളാരാണ്? ആള് പറയില്ല, പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. എന്നെ കുറിച്ചൊരു ഗോസിപ്പ് അടിച്ചിറക്കിയ ഒരു വ്യക്തിയുണ്ട്. ഞാൻ ബസ് കയറിയിട്ട് സീറ്റില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു പോലും ഞാൻ സെലിബ്രിറ്റിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സീറ്റ് എണീപ്പിച്ചു പോലും. പക്ഷെ 11ന്റെ ഒക്കെ കൂടെ ബസ് കയറിയിട്ട് അതേപോലെ സീറ്റ് ഇല്ലെങ്കിൽ ലിവന്മാരെന്താ ചെയ്യാന്നറിയോ? ഡ്രൈവർ സീറ്റ് അങ്ങ് എണീറ്റ് തരും. പക്ഷെ ബാക്കി വണ്ടി ഓടിക്കേണ്ട കടമ, ഉത്തരവാദിത്തം എനിക്കാണെന്നേ ഉള്ളൂ. കാരണം ഹെവി ലൈസൻസ് ഉള്ള ഒരാളാട്ടോ, വണ്ടി ഓടിക്കുന്ന ആളുമാണ്. അതുകൊണ്ട് അപ്പൊ ആ സത്യാവസ്ഥ മനസ്സിലായില്ലല്ലേ ഏട്ടോ? അവിടെ കാര്യമായിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കളുടെ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഭക്ഷണം കഴിക്കണം. ചായ ഒന്നും കുടിച്ചിട്ടില്ല. അതും നമ്മുടെ സ്വന്തം MR ആണോ MA ആണോ
കുടല് തള്ളക്കും എന്തൊക്കെ വിളിക്കുന്നു. എന്നാലും വേണ്ടില്ല, എവിടെയും ബൈപ്പാസ് കയറി, എവിടെയും ഹോട്ടലില്ല. ഇനി ഹോട്ടലിൽ ഒന്ന് കയറണം, എന്തേലും ഒന്ന് ഞെണ്ണണം, അത്ര തന്നെ. ചായ കുടിക്കാൻ കയറിയതാണ്. ഗുരുവായൂരേക്ക് പോകുന്ന സമയത്ത് വെജിറ്റേറിയൻ മാത്രമേ ഉണ്ടാവുള്ളൂ. തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ കോഴിൻ്റെ കാല് പിടിച്ച് വലിക്കും. പക്ഷെ പോകുമ്പോൾ എന്തായാലും വെജിറ്റേറിയൻ കഴിച്ചിട്ട് മാത്രമേ പോകലുള്ളൂ കേട്ടോ. അത് ഞാൻ മാത്രമല്ലതേ, ഇവിടെ മസാലസ കഴിക്കുന്നത്, ഞാനും അവിടെ ഫുള്ള് വെജിറ്റേറിയൻ. എല്ലാവരും ആര് തന്നെ ഉണ്ടെങ്കിലും, ഇനി എൻ്റെ വാപ്പ കൂടെ പോരുകയാണെങ്കിലും മൂപ്പരെ കൊണ്ട് ഞങ്ങൾ വെജിറ്റേറിയനെ കഴിപ്പിക്കലുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ചായ കുടിച്ചാൽ ഒരു മധുരം അതാവാം. എന്തോ ഒരു ബന്നാട്ടോ, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ക്രീം ബണ്ണ് എന്നാണ് പറഞ്ഞത്, പക്ഷെ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. ഒരുപാടിട്ട് ക്രീമില്ല താനും. ടേസ്റ്റ് ഉണ്ട്. വിവാഹവാർഷികമായിട്ട് എൻ്റെ ആശാൻ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ രാത്രി കുറേ വിളിച്ച് നോക്കി, പക്ഷെങ്കിൽ ഫോൺ എടുത്തില്ല. ഷോപ്പിൽ തിരക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം ഒന്ന് വിളിച്ച് നോക്കട്ടെ എടുക്കുമെന്ന്. സെലീമിനാണേ ഗൈസ്. ഹലോ, ഇന്നലെ എത്ര വിളിച്ചടോ ഞാന്? വിഷ് ചെയ്യാന്. ഞാൻ എത്ര വിളിച്ചെന്നറിയോ? കല്യാണം തലേന്ന് ഉറങ്ങാണ്ട് കാത്തു കുത്തിരുന്ന് വിളിച്ചതായിരുന്നു. ഒക്കെ പോട്ടെ, പുയ്യാപ്പിള ഇറങ്ങാൻ സമയമായോ? ബിരിയാണി അയക്കാന്ന് ഉമ്മാനോട് ഞാൻ പറഞ്ഞു, നിങ്ങള് ബിരിയാണി വെച്ചില്ലാന്ന്. ഓ ഞാൻ പോയി, ഞാൻ വണ്ടിയിലുള്ള. ഓ ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. രാവിലെ ഒരു ഛർദിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഭർത്താവില്ലാന്നാണല്ലോ എല്ലാരും പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളൊന്ന് വിളിച്ച് നിങ്ങളുടെ വോയിസ് കൂടി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാന്ന് കരുതി. ഓ കേട്ടില്ല. ഇന്നലെ ഇന്നൊക്കെ ഒരു ചേട്ടൻ മെസ്സേജ് ചെയ്തേക്ക്, ഭർത്താവെന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോന്ന് ഓരോ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കള്ള ഹിമാറ് ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ കാണിക്കാന്. ഞാൻ കമന്റ് ഇട്ട് കഴിഞ്ഞു, അവന്റെ ഉപ്പൂപ്പന്റെ ഫോട്ടോ ഇല്ലെങ്കിൽ ആളില്ലാന്നാണോ അർത്ഥം? പിന്നെ റേഞ്ച് പോകുന്നുണ്ടോന്ന് സംശയം. എണീറ്റില്ല. ഹലോ, കേക്കുന്നില്ലടോ. ഗൈസ് സലീം തന്നെയാണ് കേട്ടോ. ഗൈസ് സലീം. ഹലോ. ആ ഇപ്പൊ ശബ്ദം വന്നു. ശബ്ദം അങ്ങനെ എനിക്കും തോന്നി നിങ്ങൾ എണീറ്റിട്ടുണ്ടാവൂലെന്ന്. പുയ്യാപ്പിള ഇറങ്ങാനായോടെ? ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ പാവം പിടിച്ച വാപ്പാക്ക് വിദ്യാഭ്യാസ കുറവുണ്ടായിരുന്നേ. അപ്പം എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ജോലി കാർപ്പൻറ്റർ ആണ് എന്ന് കേട്ടപ്പോ വാപ്പ പറഞ്ഞെന്താന്നറിയോ? ലോകത്ത് എവിടെ ഇല്ലാത്ത ആർക്കും ഇല്ലാത്ത
സ്പെഷ്യൽ ജോലി എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് കെട്ടിച്ചതല്ലേ സലീമേ? കഥ പറഞ്ഞു കൊടുക്ക്, കഥ പറഞ്ഞു കൊടുക്ക്. ആളെ മാറ്റി. ഇവര് പെണ്ണ് കാണാൻ വന്ന ആളല്ലോ അല്ലെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ആളെ മാറ്റി. പോടാർന്ന്. സത്യം പറയാ, കല്യാണത്തിന്റെ അല്ല, പെണ്ണ് കാണാൻ വന്ന കുട്ടിയല്ലോ അല്ലെ കല്യാണത്തിനുള്ളതെന്നും പറഞ്ഞെങ്ങാനും പോലെ ബഹളം കൂട്ടിക്ക്. എനിക്ക് കളറില്ലോ അല്ലേ? ആടാ അന്ന് വേറെ ലവ്ലി ഉണ്ടായി ഇന്ത്യയില്. പിന്നെ ഓ എങ്ങനെയൊക്കെ പാത്തു പൂനൂരുണ്ട്. സഞ്ജു അച്ഛന്റെ കൂടെ കല്യാണത്തിന് പോകുന്നെന്ന് പറഞ്ഞ്. ഓളെ പറ്റൂല അച്ഛന്റെ മോന് സഞ്ജുവാ. ഏടോ അച്ഛന്റെ ഏതോ ആരോ കമ്പനിക്കാരന്റെ. പിന്നെ എനിക്ക് ടീഷർട്ട് കിട്ടി, ഒരു കാർഡ് കിട്ടി. ഭയങ്കര സർപ്രൈസ് ആയി പോയി. ആന്നേ, ഭയങ്കര സർപ്രൈസ് ആയി പോയി ഓല്. ഇതൊക്കെ എപ്പോഴാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടേ ഇല്ല. എനിക്ക് സൗകര്യമൊന്നുമില്ല. എന്നോട് ഡ്രസ് വേണം പായിപ്പിച്ചതാ. ഞാൻ അച്ഛനോട് എങ്ങാണ്ട് പൈസ വാങ്ങിയതാന്നോ അല്ലേ. ഞാൻ ഇന്നലെ നിങ്ങളെ 12 മണിക്ക് വിളി തുടങ്ങി. 1 മണി വരെ ഞാൻ നിങ്ങളെ കാത്തു നോക്കി. പിന്നെ ഞാൻ പോയി കിടന്നു. എനിക്കറിയാ, പിന്നെ ഞാൻ ഉറങ്ങിയിട്ടാ വിളിക്കാന്ന്. ആയിക്കോട്ടെ, ഞാൻ നെറ്റ് ഓഫ് ആക്കിക്കാ. ഞാനാരാ മോൾ? അപ്പൊ ഗൈസ്, കല്യാണ വാർഷികത്തിന്റെ അന്ന് സലീം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇത്. സലീമേ, ഒറിജിനൽ സലീം തന്നെ അല്ലേടേ? ഒറിജിനൽ എന്നല്ല, അബ്ദുൽ സലീം പുളിയരിക്കുന്നത്ത് തന്നെ അല്ലേടേ? ഒരു വട്ടം 2 വട്ടം 3 വട്ടം ഉറപ്പിച്ചൂടെ? അല്ലേ ഇനി പറയും ജസ്ന വേറെ ആരെക്കൊണ്ടോ വിളിപ്പിച്ചതാന്ന് പറയേ. അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ എന്നാ പിന്നെ വെക്കട്ടെ. ഓക്കെ, ഞാൻ പോയിട്ട് എനിക്ക് അവിടുന്ന് അങ്ങോട്ടൊരു കല്യാണത്തിനും പോവാണ്ട്, ഒരു ഫോട്ടോ കൊടുക്കാന്. ഓ, ഗുരുവായൂരിന്ന് കഴിഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ട് പിന്നെ നേരെ ഒരു കല്യാണപ്പുറേ പോവാണ്ട്, ഒരു ഫോട്ടോ കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്നാ ബൈ. ഒറിജിനൽ സലീമേ, ഒറിജിനൽ അല്ലേ? ഒറിജിനൽ എന്നല്ലേന്ന് ഒരിക്കൽ കൂടി ചോദിച്ച് കൺഫേം ചെയ്തതാ. എന്നാ ശരി കാക്കേ. ഓക്കെ. പറയാൻ പറ്റേ ഹാപ്പി ആനിവേഴ്സറി. 16 കൊല്ലം സഹിച്ചു. എനിക്ക് അവാർഡ് തരണം. ഗിഫ്റ്റ് ഞാന് ബൈജു അല്ല മറ്റേ ഷിജുവേട്ടന്റെ അടുത്ത് കൊടുത്തയക്കുന്നുണ്ട്. ഓക്കെ, എന്നാ ശരി. അപ്പം ഗായ്സ്, ഞാൻ ഇതുവരെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഗായ്സ് മനസ്സിലായോ? ഒറിജിനൽ എൻ്റെ ഭർത്താവാണ് സംസാരിച്ചത്. അങ്ങനെ ഒരു വ്യക്തിയുണ്ട്, ഒരു ഹരിഹരൻ നായർ 36 അങ്ങാണ്ടുള്ളൊരു ഹരിഹരൻ നായര് ഒരു പിന്നെ കമന്റ് ഇട്ടിട്ടുണ്ട്. സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടോന്ന്, ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ എങ്കിലും കാണിക്കാൻ പറഞ്ഞിട്ട്.
ഈ ഹരിഹരൻ നായരെ അച്ഛന്റെ ഫോട്ടോ ഈ ഹരിഹരൻ നായർ കണ്ടിട്ടില്ല എങ്കിൽ ഇയാള് ഇല്ല എന്നാണോ ഹരിഹരൻ നായരെ സത്യാവസ്ഥ? ഏതല്ല, എന്റെ ആക്ടിങ് അടിപൊളിയാണ് എന്ന് പറഞ്ഞു. ഹരിഹരൻ നായർ വിചാരിച്ച ഏതെങ്കിലും ഒരു സിനിമയിൽ എനിക്ക് ഒരു അവസരമൊക്കെ കിട്ടുമായിരിക്കും. എന്റെ ഡയമണ്ട് നെക്ലേസ് ഉണ്ടോ ഗൈസ്? ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു, കാണാത്തവരൊന്നും കൂടി കണ്ടോളേ. എന്നെപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ സുഹൃത്തായ റിയാസ്ക വരദാനം ബസ്സിലുള്ള എന്നോട് ചോദിച്ചു, ജെസ്സിയ ഡയമണ്ട് നെക്ലേസ് എവിടെയെന്ന് ചോദിച്ചു. അങ്ങനെ ഇപ്പം ഡയമണ്ട് നെക്ലേസ് ഫേമസ് ആയി. അപ്പോൾ അതാണ് കാക്കനെ വിളിക്കാൻ. ഇന്നലെ ഞാൻ 12 മണി വരെ 1 മണി വരെ കാത്തു നോക്കി ഗൈസ്. 12 മണി തൊട്ടിട്ട് വിളിച്ചൊന്ന് വിഷ് ചെയ്യാൻ. പക്ഷെ ഷോപ്പിൽ തിരക്കായതുകൊണ്ട് ഫോൺ എടുത്തില്ല. പിന്നെ വിളിക്കുന്നത് എപ്പോഴാ 1 മണിക്ക്. ഞാൻ നെറ്റ് ഓഫ് ആക്കാൻ കിടന്നാഞ്ഞ് ഞാനാരാ അമ്മിയോളെന്നറിയോ? ഇത് കണ്ടോ വെയിലടിച്ചതിന് എനിക്കിതേ ഉറങ്ങുന്ന ആശാൻ ഇതാക്കി തന്നതാ. അപ്പൊ അതെ അരുന്നേട്ടെ എന്റെ കാമുകന് ഇതാ വെഡിങ് ആനിവേഴ്സറിക്ക് അമ്പലത്തിൽ കൊണ്ടുപോകുന്ന എന്റെ കാമുകനാണ് കേട്ടോ ഗൈസ്. അപ്പൊ ബാക്കി കണ്ണന്റെ അടുത്ത് എത്തിയിട്ട് കാണാട്ടോ. അങ്ങനത്തെ നമ്മുടെ കണ്ണന്റെ അടുത്ത് എത്തിയില്ല എന്നുള്ള അവസ്ഥയാണ് ഗൈസ്. നല്ല കമ്മലുകൾ ഉണ്ടാക്കി വാങ്ങി തരണേ. നാടോടികളെ കയ്യിൽ അടിപൊളി കമ്മലിട്ട് മേടിക്കണം. ഫോട്ടോഷൂട്ടിനിടാം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും കണ്ണനെ ഇങ്ങനെ നടയെങ്കിലും കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെ കണ്ടോളി. അങ്ങോട്ടെന്തായാലും ഞാൻ തന്നെ കാരണം വീഡിയോ അലോഡ് അല്ലാതെ ആയി മാറിയതാണല്ലോ. അപ്പോൾ നമ്മുടെ കണ്ണന്റെ തിരുനട. കണ്ണാ എന്റെ മാത്രം കണ്ണേ. വണ്ടി പാർക്ക് ചെയ്യട്ടെ ഗൈസ്. രാജീവ് ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ ഉണ്ടെങ്കിൽ എത്രയും വേഗം ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്തുള്ള ഇൻഫർമേഷൻ സെന്ററിന് സമീപം എത്തിച്ചേരുക. കാത്തു നിൽക്കുന്നു. നല്ല മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു, ഒരു നന്ദി പറഞ്ഞു, തിരിച്ചു പോന്നു. ഏതായാലും കണ്ണനോട് ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഇന്നത്തെ ഒരു നിമിഷം എനിക്ക് ഇവിടെ വരാൻ പറ്റിയതിലും കണ്ണനെ കാണാൻ പറ്റിയതിലൊക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ, നേരെ തന്ത്രിമനെ പോയി തന്ത്രിയെ ഒന്ന് കണ്ടു. ഈ വർഷത്തെ ഡയറിയും കിട്ടിയിട്ടോ എനിക്ക്. അങ്ങനെ ദേ ഈ വർഷത്തെ ഡയറി എൻ്റെ കയ്യിൽ എത്തിയിട്ടോ. ഇത് നമ്മുടെ തന്ത്രിമനേന്ന് തന്ത്രി തന്നതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാ വർഷവും തരുന്നതാട്ടോ. എനിക്ക് സത്യം പറയാച്ചാ ഇത് 4ാമത്തേതാട്ടോ തന്നത്. കഴിഞ്ഞ മാസം പോയപ്പോൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്ത്രിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ വീഡിയോ തന്ത്രി അറിയാതെ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തില്ല. ഇന്നത്തെ ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടേ ഉള്ളൂ. വെറുതെ ഇനി അതുമല്ല അദ്ദേഹത്തിനൊരു ചീത്തപ്പേരുണ്ടാവണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തിന് കൊടുത്ത സമയത്ത് ഒന്ന് നീയും പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. അങ്ങനെ ഇപ്പം ഇത് 4ാമത്തെ ഡയറി കേട്ടോ സത്യം പറയാച്ചാൽ. അപ്പോൾ ഇതാണ് ഇതേ നമ്മുടെ ഗുരുവായൂർ ഡയറി. അങ്ങനെ ഗായ്സ് ഒരു ഛർദലൊക്കെ ഇവിടെ കഴിഞ്ഞു. ഭയങ്കരൻ്റെ വിഷയം ഇപ്പം കുറച്ചധികം ആയതുകൊണ്ട് ഇപ്പം രാവിലെ ഉച്ചയ്ക്ക് രാത്രി 3 നേരമായിട്ട് ഛർദിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. അപ്പം നമ്മളിപ്പോൾ നേരിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കണ്ണനെ കണ്ടു. അത് കഴിഞ്ഞ് തന്ത്രിമനെ പോയി തന്ത്രീനെ കണ്ടു. എന്നതിന് ശേഷം നമ്മൾ എങ്ങോട്ടാ പോണേ? സ്ഥലത്തിന്റെ പേരെന്താ? പനങ്ങാട് എന്താ സ്ഥലപ്പേര് എന്ന് കറക്റ്റ് അറിയില്ല. അങ്ങോട്ട് പോവുകയാണ്. പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ കണ്ണനെ കൊടുക്കാനാണ്. കണ്ണൻ എൻ്റെ കയ്യിലില്ല കേട്ടോ. കണ്ണനൊക്കെ ഞാൻ മുമ്പേ കൊറിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ ഇന്നത്തെ ദിവസം
വരുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കൺഫേം അല്ലാത്തത് കൊണ്ട് ഞാൻ മുമ്പേ തന്നെ കണ്ണൻ്റെ ഫോട്ടോ കൊറിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നത് ഒരു കല്യാണ വീട്ടിലേക്കാണ്. കല്യാണം നാളെയാണ്. അപ്പോൾ പെണ്ണെന്ന് പറയുന്നത് ഭയങ്കര കൃഷ്ണഭക്തയാണ്. അപ്പോൾ നാളെ വേദിയിൽ വെച്ചിട്ട് ചെക്കനും പെണ്ണിനുമായിട്ട് ഫോട്ടോ സമ്മാനിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ ഏൽപ്പിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു നാളെ ഞാൻ വരുന്നില്ല, ജനുവരി 18-ാം തീയതി ഞാൻ വരും, എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം തൽക്കാലം എന്നിട്ട് പെണ്ണിന് മാത്രം ആയിട്ട് ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ അവരുടെ കയ്യിലാണുള്ളത്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക്, കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് പെണ്ണിന് സർപ്രൈസ് ആയിട്ട് ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ പോകുന്ന വൈക്കലാണ് വാള് വെക്കാൻ ഇറങ്ങിയത്. വാള് വെക്കുക എന്നുള്ളത് എനിക്കിപ്പോൾ നോക്കടാ, നിനക്കെന്താടാ നാണം വരുന്നുണ്ടോടാ? പറയടാ, നിനക്കെന്താടാ നാണം വരുന്നുണ്ടോ? അതെ, ഞാൻ ഛർദിക്കുന്നതിന്റെ വീഡിയോ അവന്റെ കയ്യിലുണ്ട്. അതിന്റെ അഹങ്കാരമാണ് അവന്. ആ അഹങ്കാരത്തിലാണ് അവൻ നിൽക്കുന്നത്. എന്റെ ഡ്രൈവർ ഉണ്ട് കേട്ടോ കൂടെ. ഡ്രൈവർ രമണ, മരണ, ഒന്നിങ്ങോട്ട് നോക്കൊരു ഹായ് കൊടു മരണ. അപ്പൊ അങ്ങനെയാണ് ഓന വെച്ച്. അതേ ചേട്ടാ, അങ്ങനെയാണ് കാര്യം. അപ്പൊ എന്നാ ശരി, എനിക്ക് അക്കൗണ്ട് വരുന്നു. ഓ ഗായ്സ്, എന്റെ ഹസ്ബൻഡ് സലീം, അബ്ദുൽ സലീം. ഇനി ആണോന്ന് അറിയാൻ വേണ്ടിട്ടൊന്ന് തരേ. ഹലോ, ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കല്യാണ വീട്ടിലേക്ക് പോവുക. വീഡിയോ എടുത്തു. സന്തോഷം. കോഴിക്കോട് നിന്ന് ഇതുവരെ എത്തി. മോൾക്ക് ഇങ്ങനെ ഒരു പ്രസന്റ് കൊടുത്തതിന് വളരെയധികം സന്തോഷം കേട്ടോ. മീൻ പിടിക്കാം, എന്നിട്ട് അവർക്ക് കൊണ്ടുപോവാം, അങ്ങനെയുള്ള സംഭവം. പ്രത്യേകിച്ചൊരു കാര്യം പറയാന്, ചേട്ടന് ഇതേ ഇവിടെ മീൻ വളർത്തുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് വന്നിട്ട് ചൂണ്ടയിട്ടിട്ട് നിങ്ങൾക്ക് തന്നെ പിടിച്ചോണ്ട് പോകാവുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ഈ സ്ഥലം എവിടെയായിട്ടാ വരുന്നത്? ഇത് കൊടുങ്ങല്ലൂരിനടുത്ത് പള്ളിനട എസ്എംപുരം ശ്രീനാരായണപുരം പഞ്ചായത്ത്. എസ്എംപുരം പഞ്ചായത്ത്. ബോട്ടിങ്ങിന്റെ നമ്മളെ പോണ്ട് വൃത്തിയാക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് എടുത്തുള്ള സംഭവമാണ്. അപ്പൊ അത് ബോട്ട് കയറിക്കണ്ട അത് വീട് എടുക്കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ബോട്ടിൽ പോയിട്ട് എടുക്കണ്ടെന്ന് വെച്ചാണ്. ഇതില് നമ്മളിങ്ങനെ കാണുന്ന പോലല്ല, ഇതിൽ ഇറങ്ങിയിട്ട് നമ്മള് ഇങ്ങനെ ചവിട്ടി പോകുമ്പോ ഒരു രസമാണ്. ഇങ്ങനെ നമ്മളെന്താ വേറൊരു സ്ഥലത്ത് പോയ പോലെ ഉണ്ടാവും. കൃഷി, തെങ്ങ്, പിന്നെ ഇത് സ്റ്റൗവ് ഉള്ള സംഭവങ്ങളൊക്കെ. ശരിക്കും ഞാൻ ഫാർമസിസ്റ്റാണ്. മെഡിക്കൽ ഷോപ്പാണ്. ഒരു 20 വയസ്സിൽ ഈ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന റൂബിക് ഉണ്ടല്ലോ, ഞാൻ ലൈഫിൽ ഇന്നേ വരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്. പറയണ്ട മാമോ, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിള്ളേർക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുക കേട്ടോ. അവരും ഇന്നേ വരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഞാനും ലവ് ലോലിക്ക, മറ്റേ ഒരു സിനിമ പറയുന്നില്ലേ ലവ് ലോലിക്ക, ആ സാധനം. ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന മറ്റേ മുള്ളാത്ത ഉറുമ്പുണ്ട്, ഒന്നായിട്ട് ഉറുമ്പാ.
അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏട്ടൻ ഈ പറഞ്ഞ ഈ സ്ഥലത്ത് വന്നാൽ മതി കേട്ടോ. ഏട്ടന് ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല പല സാധനങ്ങൾ, വെറൈറ്റി സാധനങ്ങളാണ് ഉള്ളത്. മണിയേട്ടൻ്റെ കയ്യിലുള്ള അവിടെ പോയി അതിൻ്റെ ഗുണങ്ങളോട് ഒന്ന് പറഞ്ഞു കൊടുക്കി. ഇതെല്ലാം സംഭവം മക്കോട്ടേദേവ് പഴുത്ത് പോകുന്നത് കണ്ടോ, മക്കോട്ടേദേവ്. ഇത് യൂട്യൂബിൽ നോക്കി അറിയാം. അത് കുറേ ഔഷധ ഗുണങ്ങളുണ്ട്. ഇതെന്തോ മലേഷ്യൻ അങ്ങനെ എന്തോ ഫ്രൂട്ടാണ്. പക്ഷെ നമ്മളിവിടെ കളർ ഉണ്ടാവുള്ളൂ. ഒരു ഒറ്റ കൊല്ലം കൊണ്ടൊക്കെ നമുക്ക് കായ്ക്കുന്നത്. ഇതിന് ഇങ്ങനെ ചീള് പോലെ അരിഞ്ഞിട്ട് നമ്മൾ ഉണക്കിയതിന് ശേഷം നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലിട്ടിട്ട് വെള്ളം കുടിക്കാം. അപ്പോൾ നമുക്ക് ഈ വാർദ്ധക്യ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ശരിക്കും ഇവിടെ വൈഫിൻ്റെ അമ്മയ്ക്ക് ഇതേപോലെ ഷുഗർ കുറച്ച് കുടിച്ച് ഞാൻ പറഞ്ഞു ഗുളിക കൂട്ടാണ്ട് നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 6 ഗ്ലാസ് വെള്ളത്തിൽ 6 ചീളിട്ട് തിളപ്പിച്ചിട്ട് ഡെയിലി ഒരാഴ്ച കഴിച്ചിട്ട് പിന്നെ നോക്കിയപ്പോൾ നോർമൽ. അത് ഗുളിക നിർത്താണ്ട് കേട്ടോ. ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഗുളികയുടെ ഇടയിൽ ഇത് കഴിച്ചപ്പോൾ ഓവറായിട്ട് നിൽക്കുന്നത് ഇറങ്ങി നിന്നു. ഗുളികയുടെ പുറത്ത് തന്നെ കേട്ടോ ഉപയോഗിച്ചത്. ഇത് ഷുഗർ കുറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു നമ്മുടെ നാടൻ മെഡിസിൻ ആണ് എന്നാണ് പറയുന്നത്. ഇത് ഉണക്കിയതിന് ശേഷം നമ്മൾ വെള്ളം തിളപ്പിക്കൂലേ, തിളപ്പിച്ച് അതിൽ ഇതിട്ടിട്ട് തിളപ്പിച്ച് ആ വെള്ളം കഷ്ണം കട്ട് ചെയ്ത് ഇത് ഉണക്കിയെടുക്കണം കേട്ടോ. ആദ്യം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉണക്കിയെടുത്തിട്ട് ആ വെള്ളം ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിച്ചാൽ ഷുഗറിന് ഒരുപാട് വേരിയേഷന് മാറ്റം ഉണ്ടാവും എന്നാണ് ഏട്ടൻ പറയുന്നത്. അപ്പോൾ ഇത് യൂട്യൂബിലൊക്കെ അടിച്ചാൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു ഫലമാണെന്നാണ് പറയുന്നത്. പേരൊന്നോട് പറയുന്നത് മക്കോട്ടെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതാണ് ഈ ഒരു സംഭവം. കല്യാണച്ചക്കനും കല്യാണച്ചക്കനെ പ്രതീക്ഷിക്കാതെ കണ്ടതാണ്. എല്ലാം അത്ഭുതങ്ങളല്ലേ, എല്ലാ അത്ഭുതവും കണ്ടു വന്നതിന്റെ ഒരു ഗുണം കാണുന്നുണ്ട്. ഞാൻ പെണ്ണിന് ഫോട്ടോ കൊടുത്ത് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് കല്യാണച്ചക്കൻ വരുന്നത്. പിടിച്ചോളൂ. ആ ഫോട്ടോ എനിക്ക് രാവിലത്തെ ഭക്ഷണം കഴിച്ചാരാ ഇപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്ന സമയം. എത്രയാ? 7:13. ഇതുവരെ വേറെ പച്ച വെള്ളം കുടിക്കാൻ നേരം കിട്ടി. വെള്ളം കുടിച്ചിട്ടോ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് നേരം കിട്ടിയില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാൻ അതിൻ്റെ മുമ്പായിട്ട് എനിക്ക് കുണ്ടി കുടിക്കാൻ പസി വെച്ചിട്ട് കുടിക്കുകയാണ്. അപ്പം ഞാനിന്ന് പ്യുവർ വെജ് ആവാമെന്ന് വിചാരിച്ചു. കോഴിൻ്റെ കറി കടിച്ചു കഴിക്കാനില്ല, ചപ്പാത്തിയും പനീറും. അതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നറും ഉച്ചക്കത്തെ ലഞ്ചും ഒക്കെ അതല്ലേ. എല്ലാം കൂടിയായിട്ട് കഴിക്കാണ്. അപ്പോൾ ഓക്കെ, എങ്ങനെയുണ്ട് ഫുഡ്? എന്താ വാങ്ങിയത്? എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട്? അയാളിപ്പോഴേക്കും ചോദിക്കാൻ തോന്നില്ലോ. എന്താ ചോദിച്ചാൽ എന്താ കഴിച്ചതാ? പിരിപിരി മന്തി വാങ്ങിയതാ. പിരിപിരി അല്ലാത്തൊരു പെരിയായി പോയി. ഒരു തിന്നില്ല. മണിയേട്ടനെ കാണിക്കരുത് എന്ന് പറഞ്ഞതാ. ഓന് എരികൊണ്ട് തിന്നാണ്. ഉച്ചക്കങ്ങാൻ തിന്നതാണ്, അല്ല രാവിലെ തിന്നതാണ്. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല. പിന്നെ കിട്ടിയ ഫുഡാണിത്. ഇതേതാ ഹോട്ടലൊരു ഹോട്ടലിന്റെ പേരും കൂടി നോക്കാൻ ഇഷ്ടമല്ലായി ഞങ്ങൾക്ക്. അങ്ങനെ കയറിയതാ. വിശന്ന് അങ്ങറ്റത്തെത്തിയിട്ട് തിന്നിയ.
എന്താക്കാരോ ചുണ്ട് ഐസ്ക്രീമിന്റെ അകത്ത് നാവും ചുണ്ടും പുതിർത്തിടുക ചെയ്യുന്നത്. സൂപ്പർ ഫുഡായിരുന്നു. ഫുഡ് അടിപൊളിയാട്ടോ, ഫുഡ് ഒരു കുഴപ്പമില്ല. പക്ഷേ എരി എന്റെ പൊന്നു മണിയേട്ടാ കുഴപ്പമൊന്നുമില്ല. ആർക്കും കുഴപ്പമില്ലാന്ന് കയ്യിലുള്ള ഐസ്ക്രീം ഒന്ന് കാണിച്ചേ. വാങ്ങിയിട്ടില്ലെന്നോ? ഒന്ന് കാണിച്ചേ മണിയേട്ടാ, ഒന്ന് കാണിക്കേ ഒറ്റ പ്രാവശ്യം. ഓനത് കാണിച്ചില്ല. ഓരോ ഐസ്ക്രീമില് നാവ് ഇറക്കി വെച്ചതാ ചാതിയൊരു. എന്റെ പൊന്നു മക്കളെ, ഇങ്ങനത്തെ ലൈഫിൽ ഇതുവരെ നിങ്ങൾ കഴിച്ചില്ല. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി കിട്ടോ. എനിക്ക് തോന്നുന്നു ഇവളെന്തോ കച്ചറ കഴിച്ചേക്ക്. ഇവിടെ മുമ്പ് ഇവിടെ ഒന്ന് കഴിച്ചിരിക്കുന്നു. ഓള് നൈസായിട്ട് പനീർ ബട്ടർ വാങ്ങി തിന്ന്. അല്ലോ, ഏതായാലും ഒരു പീസ് കഴിച്ചിട്ട് എനിക്ക് നെഞ്ചൊക്കെ പോകുന്നുണ്ട്. അമ്മാതിരി ഏരിയുള്ള ഒരു സാധനം. ഏതായാലും അത് ഫുഡ് അടിപൊളിയായി. അത്രക്ക് വിശന്നിട്ട് രാവിലെ കഴിച്ച കഴിപ്പ. പിന്നെ ഇപ്പഴാള് മണിയേട്ടാ നാവ് എടുത്തോ, ഒളിച്ചു നിക്കുക. അടിപൊളി ഒരു പാലം. ഗൈസ്, ഇത് ഫറൂഖ് ആട്ടോ. സ്ഥലം വരുന്നത് കോഴിക്കോട് എത്തുന്നതിന്റെ മുമ്പായിട്ട്. ഒരു രക്ഷയില്ല ഈ ലൈറ്റ് വെച്ചിട്ട്. കഴിഞ്ഞു പോയി. ഞങ്ങൾ ഏതാണ്ട് കോഴിക്കോട് എത്താറായി. സമയം എന്തായി മാമ? 12 മണിയായി. കോഴിക്കോട് എത്താറായിട്ടുള്ളൂ. ഒടുക്കമത്തെ ബ്ലോക്ക് ആയിരുന്നു. 11:05. 12 മണിയായി. ഇല്ല ട്ടോ, തെറ്റിപ്പോയതാട്ടോ. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. സമയം 12:45 ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഒന്ന് അറിയിക്കുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യെ അടുത്ത വീഡിയോയിൽ കാണാം ട്ടാ. ടാറ്റാ.